ഇസ്രായേൽ മക്കൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ കണ്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിൽ അവരെക്കുറിച്ചുണ്ടായിരുന്ന ദൈവത്തിൻ്റെ വഴി എന്താണ് എന്നുള്ളത് അവരറിഞ്ഞില്ലെന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ സങ്കീർത്തനം തന്നെ 103-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതായ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. ദൈവം മോശയ്ക്ക് തൻ്റെ വഴി അറിയിച്ചു കൊടുത്തു. ഇസ്രായേൽ മക്കൾ വഴി അറിഞ്ഞില്ല. വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എതിലേ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വഴി അവിടെ പറയുന്നത് മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പോകുന്ന വഴിയുടെ കാര്യമല്ല. അതൊക്കെ ജോഗ്രഫിക്കൽ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അങ്ങനത്തെ വഴിയൊക്കെ ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയാലും അറിയാം എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതിൻ്റെ വഴിയൊക്കെ. ആ വഴിയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ആ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന എന്നെക്കുറിച്ചുള്ള വഴി എന്താണ് എന്നുള്ളത് അത് മോശയ്ക്ക് ദൈവം അറിയിച്ചു കൊടുത്തു. എന്നാൽ ഇസ്രായേൽ മക്കൾ വഴി അറിയാനൊന്നും വിഷമിച്ചില്ല. പകരം അവൻ എന്ത് ചെയ്തു? അവര് പ്രവൃത്തി കണ്ടു എന്നുള്ളതാ പ്രത്യേകത. പ്രവൃത്തി കണ്ടു. ഈ പ്രവൃത്തിയുടെ പ്രത്യേകത അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം. പ്രവൃത്തി എന്ന് പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങളും ഇപ്പോഴുള്ള കാര്യങ്ങളുമാണ് പ്രവൃത്തി. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് പ്രവൃത്തി. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, പാസ്റ്റ് തിങ്സ്. പിന്നെ ഇപ്പോൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, പ്രസന്റ് തിങ്സ്. പാസ്റ്റ് ആൻഡ് പ്രസന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ പ്രവൃത്തി എന്ന് പറയുന്നത്. പക്ഷേ വഴി എന്ന് പറയുന്നത് ഫ്യൂച്ചറാ. എൻ്റെ മുന്നിലുള്ള വഴി എൻ്റെ ഫ്യൂച്ചറാണ്. എന്താണ് ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്നുള്ളത് തിരിച്ചറിയുന്നതാണ് ശരിക്കും വഴി അറിയുക അഥവാ ഇഷ്ടം അറിയുക എന്ന് പറയുമ്പോൾ. ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? നിങ്ങളെക്കുറിച്ച് എന്നെക്കുറിച്ച് എല്ലാം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ സഭയിൽ വരുന്നു, കാര്യങ്ങളെല്ലാം ഉണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ രോഗം സൗഖ്യമാക്കി കാണും, വീടില്ലാഞ്ഞപ്പോൾ വീട് തന്നു കാണും, ഒക്കെ നിങ്ങൾ വാങ്ങിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ കർത്താവ് തന്നത് കർത്താവിൻ്റെ ഒരു കരുണ കൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അതിനകത്ത് കൃപയല്ലാതെ വേറെ ഒന്നുമില്ല, അത് കൃപയാണ്. പക്ഷേ കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ, വേർതിരിച്ചപ്പോൾ, വീണ്ടെടുത്തപ്പോൾ, നമ്മളെ വീണ്ടും ജനിപ്പിച്ചപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന്, അതാണ് കർത്താവിൻ്റെ വഴി. ഡെസ്റ്റിനേഷനെ കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഡെസ്റ്റിനേഷനുണ്ട്, നമ്മൾ ചെന്നെത്തുന്നതായ ഒരു കാര്യമുണ്ട്, അത് വരട്ടെ. പക്ഷേ ഇന്ന് ഞാൻ എങ്ങനെ നടക്കണം, എന്ത് ചെയ്യണം എന്ന് എന്നോട് പറയുന്നതായ കർത്താവിൻ്റെ വഴി, അത് നമ്മൾ തിരിച്ചറിയണം. 106-ാം സങ്കീർത്തനം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ വരുന്ന ഭാഗമാണ് അവിടെ കാണുന്നത്. ഈ ഇസ്രായേൽ മക്കളുടെ ഒരു പ്രത്യേകത, മോശയുമായിട്ടുള്ള ഒരു വ്യത്യാസം അവിടെ പറയുകയാണ്. നമ്മൾ കണ്ടല്ലോ, മോശ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നതെല്ലാം, അതിനെക്കുറിച്ച് നമ്മൾ പറയാം, ഫ്യൂച്ചറാണ് ചോദിക്കുന്നത്. നിന്റെ മനസ്സിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇസ്രായേൽ മക്കൾ അതൊന്നും ചോദിച്ചില്ല. അവർ കർത്താവിൻ്റെ വഴി ഒന്നും തിരക്കിയൊന്നുമില്ല. പക്ഷേ കർത്താവിൻ്റെ പ്രവൃത്തി അവർ കണ്ടു. പ്രവൃത്തി കണ്ടിട്ട് ഇവർക്ക് കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ അവിടെ 7-ാമത്തെ വാക്യത്തിൽ, 106-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ, ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. മിസ്രൈമിൽ വെച്ച് തന്നെ ദൈവം അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രവൃത്തികൾ, 10 ബാധകളൊക്കെ ഉണ്ടായപ്പോൾ ഇവരെ സംരക്ഷിച്ചുകൊണ്ട് മിസ്രൈമ്യർക്ക് ബാധകൾ ഉണ്ടായതൊക്കെ നമുക്കറിയാം അല്ലേ. അതവൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തി എല്ലാം കണ്ടവരായ ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വെച്ച് മിസ്രൈമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ
മത്സരിച്ചു. ചെങ്കടൽ കണ്ട് മുന്നോട്ട് പോകാൻ വയ്യാതെ പുറകിൽ മിസ്രൈമ്യ സൈന്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മോശയോട് ചോദിക്കുക, ഇതിനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? എന്ത് ചെയ്യ ദൈവം? നീ പറഞ്ഞല്ലോ ദൈവം അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ, ഞങ്ങളെ ഇപ്പം അങ്ങ് കനാൻ നാട്ടിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞല്ലോ, എന്തിയേ? അവരുടെ ജീവിതത്തിൽ മിസ്രൈമിൽ വെച്ച് തന്നെ എത്രയോ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിച്ചതാണ്. അതൊന്നും അവർ ഗ്രഹിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും എത്ര അത്ഭുതം നടന്നാലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ആളുകൾ, എവിടെ ദൈവം? ദൈവം പറഞ്ഞല്ലോ എന്നെ നടത്തും, എന്നെ കൊണ്ടുപോകും, എന്നിട്ട് എന്താ ഇതിങ്ങനെ എനിക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്റ്റേജ്. ചിലപ്പോൾ പ്രയാസം ഉണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമായിരിക്കും. അതല്ല, മത്സരിച്ചെന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമല്ല, മത്സരിച്ചു. എന്നാൽ ദൈവം അവൻ്റെ മഹാകരുണയാൽ എന്നിട്ടും അവൻ തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തൻ്റെ നാമം നിമിത്തം അവരെ രക്ഷിച്ചു. അവൻ മത്സരിച്ചു, പ്രവൃത്തി കണ്ടിട്ടും മത്സരിച്ചു. എന്നാൽ ദൈവത്തിന് കരുണ തോന്നിയിട്ട് ദൈവം അവരെ, ആ മത്സരികളെ തന്നെ വീണ്ടും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ദൈവത്തെ വിളിച്ചങ്ങ് ഏറ്റവും നന്നായിട്ട് നടക്കുന്നവർക്ക് മാത്രമൊന്നുമല്ല ദൈവം വല്ലതൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തത് കൊണ്ട് മാത്രം അവർ ദൈവത്തിൻ്റെ അടുത്ത ആളുകൾ, അങ്ങനെ ഒരു ചിന്ത ആൾക്കാർക്കുണ്ട്. എനിക്ക് കർത്താവ് ഒരു വീട് തന്നില്ലേ, അതെന്തുകൊണ്ടാണ് തന്നത്? ഞാൻ കർത്താവിനെ സേവിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് വീട് കിട്ടുമോ? അല്ലെങ്കിൽ എൻ്റെ രോഗം സൗഖ്യമാകുമോ? രോഗം സൗഖ്യമാക്കാൻ കർത്താവിൻ്റെ അടുത്ത് വന്ന എത്രയോ പേരുണ്ടാകാനായിട്ട്, അവരെല്ലാം എന്താ അനുസരിച്ച് കഴിഞ്ഞിട്ട് വല്ലതുമാണ് കർത്താവ് സൗഖ്യമാക്കിയത്. അങ്ങനെയൊന്നുമല്ല. കർത്താവ് തൻ്റെ മക്കൾക്കും മറ്റുള്ളവർക്കും, കാര്യം അവൻ സൃഷ്ടിയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ബന്ധം സൃഷ്ടി എന്നുള്ള ബന്ധമാണ്. ദൈവം അവൻ്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് മതക്കാരാണെങ്കിലും വേണ്ടുകയില്ല, ചിലപ്പോൾ ദൈവം അവരെ സൗഖ്യമാക്കിയെന്നിരിക്കും, അവരുടെ പ്രതിസന്ധികളിൽ സഹായിച്ചെന്നിരിക്കും, അതൊക്കെ ഉണ്ടായെന്നിരിക്കും. ചെങ്കടൽ കരയിൽ വെച്ച് മത്സരിച്ച ഇസ്രായേൽ മക്കളെ പോലും, എന്നാൽ ഞാൻ നിങ്ങളെ ഈ കടലിൽ തന്നെ മുക്കിക്കളയുമെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. അത് കർത്താവിൻ്റെ ദയ. കർത്താവ് ആ കടൽ വിഭാഗിച്ച് അവർക്ക് കൊടുത്തു. അവര് അക്കരെ കടന്നു. അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ വെള്ളം അവരുടെ വയലുകളെ മൂടിക്കളഞ്ഞു. ഇസ്രായേൽ മക്കൾ അക്കരെ കടന്നു. മിസ്രൈമ്യർ വന്നു, അതിനകത്ത് പെട്ടുപോയി. അന്നേരം പെട്ടെന്നൊരു മാനസാന്തരം. നമുക്കും പലപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് മാനസാന്തരം ഉണ്ടാകും. അവർ അവൻ്റെ വചനങ്ങളെ വിശ്വസിച്ച് അവന് സ്തുതി പാടുകയും ചെയ്തു. അപ്പോൾ പ്രവൃത്തി കണ്ടിട്ടും മത്സരിച്ചു, ദൈവം കൃപ ചെയ്ത് വിടുവിച്ചു. വിടുതൽ കിട്ടിയപ്പോൾ ടെമ്പററി ആയിട്ട് ഒരു സ്തുതി, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ട് ആ സ്തുതി. ഇതൊന്നുമല്ല ദൈവ ഇഷ്ടം തിരിച്ചറിയാൻ വേണ്ടി പോയിരിക്കുന്ന കാര്യം എന്ന് പറയാനാണ് ഞാൻ വന്നത്. 13-ാമത്തെ വാക്യത്തിൽ, എങ്കിലും വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു, അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. മരുഭൂമിയിൽ അവർ ഏറ്റവും മോഹിച്ചു, നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു. നോക്കുക, കർത്താവ് അവരെ വിടുവിച്ചിട്ടും വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു. പിന്നെയും മത്സരികളായി. മത്സരത്തിലാണ് തുടങ്ങിയത്. പ്രവൃത്തി കണ്ടിട്ടും മത്സരിച്ചു. കർത്താവ് കൃപ തോന്നി വിടുതൽ കൊടുത്തു. വിടുതൽ കൊടുത്തപ്പോൾ സ്തുതിച്ചിട്ട് അല്പം കഴിയുന്നതിന് മുമ്പ് വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു. ഇതൊക്കെയല്ലേ ഇന്നും വിശ്വാസ ലോകത്തിലും നടക്കുന്നതായ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് 13-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. അതാണ് റിലേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നം. കൗൺസിൽ, ആലോചന. കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിന്റെ ആലോചന എന്താണ്? വാട്ട് ഈസ് യുവർ കൗൺസിൽ എന്നവർ ചോദിച്ചില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കർത്താവേ എന്ന് ചോദിച്ചില്ല. സ്തുതിയൊക്കെ പാടി. പക്ഷേ കർത്താവ് ആഗ്രഹിച്ചത്, ഇതൊക്കെ കാണുമ്പോൾ അവരെൻ്റെ അടുത്ത് വരണം, എന്നിട്ട് ചോദിക്കണം, ദൈവമേ, ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ ഇഷ്ടം എന്താണ് കർത്താവേ? നിന്റെ വഴി ഞങ്ങളെ കാണിച്ചു തരണമേ. കൗൺസിൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നിന്റെ വഴി ഞങ്ങളെ കാണിച്ചു തരണമേ എന്ന് പറയുന്ന ഒരവസ്ഥ. അവർ പക്ഷേ ഇസ്രായേൽ മക്കൾ അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്നാ? ആലോചന കിട്ടണമെങ്കിൽ കാത്തിരിക്കണം. പ്രവചനത്തിൻ്റെ കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്.
ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കണമെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ കാത്തിരിക്കണം. കർത്താവിൻ്റെ അടുക്കൽ കാത്തിരിക്കുമ്പോൾ കർത്താവ് സംസാരിക്കും. ഈ വലിയ സ്തുതി പാടുന്ന പലരും കർത്താവിൻ്റെ ആലോചനയ്ക്ക് കാത്തിരിക്കാതെ അവരെന്ത് ചെയ്യുന്നു? അവരവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചനയ്ക്ക് കാത്തിരിക്കാതെ സ്തുതി പാടിയിട്ട് എണീറ്റ് പോകുന്നൊരവസ്ഥ, വേഗത്തിൽ പ്രവൃത്തികളെ മറന്നു കളയുന്ന അവസ്ഥ. കാത്തിരിക്കണം. അപ്പൊ കർത്താവിൻ്റെ ഇഷ്ടം അറിയണമെങ്കിൽ, കർത്താവിൻ്റെ വഴി അറിയണമെങ്കിൽ, കർത്താവിൻ്റെ വഴി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവ് കാണിച്ചു തരികയാണ്, ഇതിലേ നടന്നുകൊള്ളുക എന്നുള്ള വഴി കാണിച്ചു തരുമ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ആവശ്യമുണ്ട്. കർത്താവേ, നീ എന്നെ ഇത് കാണിച്ചു തരണേ. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം, ഇന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇന്ന് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് നിരന്തരമായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ആലോചന പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ 25-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. വളരെ കൃത്യമായ ഒരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. ഇത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. പക്ഷേ ഇത് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നില്ല. നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും അങ്ങ് പറയുക, നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധി പോയിരുന്നു. നീ പ്രാർത്ഥിക്ക്, കർത്താവ് നിനക്ക് കാര്യം ചെയ്തു തരും, സാധിപ്പിച്ചു തരും എന്നൊക്കെ പറയുന്നതല്ലാതെ എത്ര പേര് ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ ആണെങ്കിലും എഴുന്നേറ്റ്, കർത്താവേ, നിന്റെ വഴി എന്നെ അറിയിക്കണമേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നീ ഒന്ന് പറഞ്ഞു തരണേ കർത്താവേ, സ്പീക്ക് ടു മീ ഗാഡ്, എന്നോടൊന്ന് സംസാരിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. കർത്താവിൻ്റെ പാതകൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുന്ന് ബാംഗ്ലൂർ പോകാൻ എങ്ങനെയാണ് പോകേണ്ടത്? ബാംഗ്ലൂർ പോകാൻ ഇവിടുന്ന് പാലക്കാട്ട് ചെന്നിട്ട് നേരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ശരിയാണ്. പക്ഷെ അത്രയും പോരാ. വഴി അറിയാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ എന്തു വേണം? ഏറ്റവും നല്ലത് ഈ ആളെ കൂടെ കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ, മോനെ ഇവിടുന്ന് ഇടത്തോട്ട്, ഇവിടുന്ന് വലത്തോട്ട്, ഇവിടുന്ന് ഇടത്തോട്ട് എന്നൊക്കെ പറയുന്ന, അതിനാണല്ലോ നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കുന്നത്. ഇവിടുന്ന് ഇടത്തോട്ട്, ഇവിടുന്ന് 300 മീറ്റർ കഴിയുമ്പോൾ വലത്തോട്ട്, കൂടെ ഇരുന്ന് വഴി പറഞ്ഞു തരിക. അതാണ് ഉപദേശിച്ച് തരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. ഇവിടെ എന്താ കാണുന്നത്? നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. പാത്സ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ മാത്രം പറഞ്ഞു തരികയല്ല. ഡെസ്റ്റിനേഷൻ അറിയണം നമ്മൾ, പക്ഷെ ഡെസ്റ്റിനേഷൻ മാത്രമല്ല, അനുനിമിഷം നമ്മുടെ കൂടെ ദൈവം ഇരുന്ന് വഴി പറഞ്ഞു തരുന്നത്, അത് നമ്മൾ ഗ്രഹിക്കണം. അവൻ്റെ വഴി നമ്മൾ അറിയണം. അതാണ് കൃത്യമായ പ്രാർത്ഥന. പ്രവൃത്തി കർത്താവ് ചെയ്യും, പക്ഷേ വഴി ഞാൻ ചോദിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് പറഞ്ഞ ഈ പ്രാർത്ഥന അത്യാവശ്യം എന്ന് പറയാൻ കാര്യം, വഴി ഞാൻ ചോദിച്ച് മനസ്സിലാക്കണം. കർത്താവേ, ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? കർത്താവ് കാണിച്ചു കൊടുക്കുന്ന വഴിയെ. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. എനിക്ക് വലിയ രസകരമായി തോന്നിയൊരു കാര്യമുണ്ട്. റൂട്ട് മാപ്പ് ഒന്നും പറഞ്ഞു കൊടുത്തില്ല. നമ്മളാണെങ്കിൽ മാപ്പിട്ടങ്ങ് പോകും. ഇത് റൂട്ട് മാപ്പ് ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അപ്പൊ കർത്താവ് പറഞ്ഞ, മോനെ നീ ഇറങ്ങ്, നീ ഇറങ്ങിയാൽ ഞാൻ നിന്നെ കാണിച്ചു തരുന്ന. അതിൻ്റെ അർത്ഥം എന്നാ? അവനും കൂടെ വരുമെന്നാണ് അതിൻ്റെ അർത്ഥം. അവനും കൂടെ വരും. അല്ലാതെ നേരത്തെ മാപ്പ് കിട്ടിയത് കൊണ്ടൊന്നുമല്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അബ്രഹാം പറഞ്ഞു ഞാൻ യാത്രയിലാ. ആൾക്കാർ ചോദിക്കും എങ്ങോട്ടാ? അറിയത്തില്ല. പിന്നെ കർത്താവ് പറഞ്ഞു നീ പോകാൻ. ഞാൻ പോവുക. എടാ എങ്ങോട്ടാ പോകുന്നതെന്ന് പറ. അതറിയത്തില്ല. കർത്താവ് പറഞ്ഞു പോകാൻ. നീ ഇവിടുന്ന് ജംഗ്ഷനിൽ ചെന്നിട്ട് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? അറിയത്തില്ല. പിന്നെ കർത്താവ് അന്നേരം പറഞ്ഞു തരും. അത് കഴിഞ്ഞ് നേരെ പോയിട്ട് നീ നേരെയാണോ പോകുന്നത് അതോ വളഞ്ഞാണോ പോകുന്നത്? അറിയത്തില്ല. കർത്താവ് വരും. നീ തന്നെയാണോ പോകുന്നത്?
ഇല്ല, സാറായും വരുന്നുണ്ട്. ചേട്ടാ, ഈ പ്രായത്തിൽ നിന്റെ ഭാര്യയെ കൂടെ നീ വലയ്ക്കാൻ നോക്കുകയാണോ? നീയോ പോയി എന്നായിരിക്കും ചിലപ്പോൾ നാട്ടുകാർ പറഞ്ഞത്. പക്ഷേ അബ്രഹാമിന് ഒരു ബോധ്യമുണ്ട്, എന്നെ വിളിച്ചവൻ എൻ്റെ കൂടെ വരും, അവൻ വഴി പറഞ്ഞു തരും, പാതകളെ എനിക്ക് ഉപദേശിച്ചു തരും, എൻ്റെ കൂടെ നടക്കും. ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ,